എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30 മണിക്ക് ചിക്കാഗോയിൽ നിന്ന് സംപ്രേഷണം ചെയ്യുന്ന വീക്കിലി റൗണ്ടപ്പിൻ്റെ 132ാമത്തെ എപ്പിസോഡിലേക്ക് ഞങ്ങൾ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഏപ്രിൽ മാസം 10-ാം തീയതി വെള്ളിയാഴ്ച. വീക്കിലി റൗണ്ടപ്പ് അവതരിപ്പിക്കുന്നത് കുര്യൻ ഫിലിപ്പ്. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ പ്രവർത്തനങ്ങളുമായിട്ട് സഹകരിക്കണമെന്ന് ഞങ്ങൾ എല്ലാ പ്രേക്ഷകരോടും ആദ്യമായിട്ട് തന്നെ അറിയിക്കുന്നു. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് ഇന്ന് പോകുന്നതിന് മുമ്പായിട്ട് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തിരഞ്ഞെടുക്കുക എന്നുള്ളത്. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയം മുതൽ തന്നെ അവനൊരു തിരഞ്ഞെടുപ്പിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ആ കുഞ്ഞിന് ആവശ്യമായിരിക്കുന്ന വസ്ത്രങ്ങൾ നാം തിരഞ്ഞെടുക്കുന്നു, അതിൻ്റെ ഭക്ഷണങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നു, അത് കുറച്ചുകൂടെ വളരുമ്പോൾ അത് പഠിക്കേണ്ട സ്കൂളുകൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നു, യൂണിവേഴ്സിറ്റികൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നു, ആ കുട്ടി പഠിക്കേണ്ട വിഷയങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നു, അല്ലെങ്കിൽ ആ വ്യക്തി തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ വലിയ വലിയ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതാണ് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. ചിലപ്പോൾ സമയത്ത് നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രായപൂർത്തിയാകുന്നിടം വരെ തിരഞ്ഞെടുപ്പ് നമ്മൾ നടത്തിയെന്ന് വരാം. പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവരായിരിക്കും അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയുള്ള പല കാര്യങ്ങളും തിരഞ്ഞെടുക്കുന്നത്. ഇത് മനുഷ്യ സഹജമാണ്. ലോകത്തിൽ എവിടെയും നാം കാണുന്ന കാര്യമാണ് തിരഞ്ഞെടുക്കുക എന്നുള്ളത്, സെലക്ട് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ ഇലക്ട് ചെയ്യുക എന്നുള്ളത്. കഴിഞ്ഞ ആഴ്ചയിലാണ് നമ്മുടെ കേരളത്തിൽ ഈ ആഴ്ചയിലാണ്, കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. നമ്മളെ കേരളത്തിലുള്ള ജനങ്ങളെ ആര് ഭരിക്കണമെന്നുള്ള ഒരു തെരഞ്ഞെടുപ്പ് ജനാധിപത്യ ക്രമപ്രകാരം മതേതരത്വ രാജ്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് കൂടെ കേരളത്തിൽ നടന്നു. എന്നാൽ ഇന്ന് നമ്മുടെ പ്രധാന വാർത്തകളിലേക്ക് പോകുന്നതിന് മുമ്പായി എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് ചോദിക്കുവാനുള്ളത്, അല്ലെങ്കിൽ പറയുവാനുള്ളത്, നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ തിരഞ്ഞെടുപ്പ്, നമ്മൾ മരണശേഷം നമ്മൾ എന്ത് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതിനും ഒരു പ്രാധാന്യമുണ്ട്. ഒരുപക്ഷെ ഭൂരിപക്ഷം ജനങ്ങളും വലിയ പ്രാധാന്യം കൊടുക്കാത്തൊരു വിഷയമാണ് മരണശേഷമുള്ള ജീവിതത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള തിരഞ്ഞെടുപ്പ്. വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർ ജനിക്കുക, ഭക്ഷണം കഴിക്കുക, ജീവിക്കുക, പിന്നെ മരിക്കുക എന്നുള്ളത് മാത്രമല്ല, മരണശേഷം നിത്യമായൊരു ജീവിതമുണ്ട്, ഒരു നിത്യതയുണ്ടെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. ആ നിത്യതയിൽ നമ്മൾ സ്വർഗത്തിലായിരിക്കണമോ നരകത്തിലായിരിക്കണമോ, ദൈവത്തിൻ്റെ കൂട്ടത്തിലുള്ള ഒരു ജീവിതമാണോ നമ്മൾ നയിക്കേണ്ടതുള്ളത് എന്നുള്ളത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തിരഞ്ഞെടുക്കണമെന്ന് വിശുദ്ധ ബൈബിൾ നമ്മളോട് ഉദ്ഘോഷിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ പ്രേക്ഷകരെ, നമ്മുടെ നിത്യമായ ജീവിതം, മരണാനന്തര ജീവിതം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തിരഞ്ഞെടുക്കുന്നത് പോലെ തന്നെ മരണാനന്തര ജീവിതത്തെയും നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ക്രിസ്തുവിനോടൊപ്പം സ്വർഗീയമായിരിക്കുന്ന ദൈവ സാന്നിധ്യത്തിൽ നിത്യമായൊരു ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ യേശു ക്രിസ്തു പറയുന്നു, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് യേശു ക്രിസ്തുവിനെ സന്നിവേശിപ്പിക്കുക. അവൻ ഹൃദയത്തിൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും വാതിൽ തുറന്നാൽ യേശു ക്രിസ്തു അവരുടെ ഉള്ളിൽ വന്ന് നിത്യമായ ശിക്ഷാവിധിയിൽ നിന്ന്, നരകത്തിൽ നിന്നൊക്കെ വിടുവിച്ചത് ദൈവികമായിരിക്കുന്ന ആ സാന്നിധ്യത്തിൽ സ്വർഗത്തിൻ്റെ കവാടം നമുക്ക് വേണ്ടി തുറന്ന് അതുല്യമായിരിക്കുന്ന സന്തോഷകരമായൊരു ജീവിതം നമുക്ക് നൽകി തരുമെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. തിരഞ്ഞെടുപ്പ് എപ്പോഴും നല്ലതാണ്. അത് നമുക്ക് സ്വാതന്ത്ര്യം നൽകി തരുന്നതാണ്. അത് നമ്മളായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിന് വേണ്ടി തിരഞ്ഞെടുപ്പിലേക്ക് നമുക്ക് ഒരുങ്ങാം. നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് നിത്യമായ സൗഭാഗ്യത്തിനു വേണ്ടി അത് തിരഞ്ഞെടുക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രധാന വാർത്തകളിലേക്ക് കടക്കുന്നു. ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച ഏപ്രിൽ മാസം 7-ാം തീയതി ചൊവ്വാഴ്ച അമേരിക്കയുടെ സെൻട്രൽ ടൈം ഷിക്കാഗോ സമയം രാത്രി 7 മണിക്ക് ഇറാനെ ബോംബിട്ട് തകർക്കുമെന്നുള്ള അമേരിക്കൻ പ്രസിഡന്റ് ശ്രീ ഡൊണാൾഡ് ട്രംപിൻ്റെ അന്ത്യശാസനയെ തുടർന്ന് ലോക രാജ്യങ്ങൾ മുഴുവനും മുൾമുനയിലായിരുന്നു. എന്നാൽ അതിന് ഏകദേശം 1 മണിക്കൂർ മുമ്പായി വലിയ ലോകശക്തികൾ ഇടപെടുകയും പാകിസ്ഥാൻ്റെ മധ്യസ്ഥതയിൽ നടന്ന ചില കൂടിയാലോചനകൾക്ക് ശേഷം 2 ആഴ്ചത്തെ വെടിനിർത്തൽ അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ചു. അതിനുശേഷമായിട്ട് അത് പ്രഖ്യാപിച്ചതിന് അധിക മണിക്കൂറിൽ കഴിയുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേൽ ലബാനിൽ നടത്തിയ ബോംബ് ആക്രമണത്തിൽ ഏതാണ്ട് 254 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. പാകിസ്ഥാൻ മുൻകൈയെടുത്ത് നടത്തിയ വെടിനിർത്തൽ കരാർ പാലിക്കുവാൻ ഇസ്രായേലും അമേരിക്കയും മറ്റ് സഖ്യരാജ്യങ്ങളും ബാധ്യസ്ഥരാണെങ്കിലും ആ കരാറിനെ പരിഗണിക്കാതെ ലബാനിൽ നടത്തിയ ബോംബാക്രമണത്തെ ലോക രാഷ്ട്രങ്ങൾ അധിക്ഷേപിച്ചിട്ടുണ്ട്, അപലപിച്ചിട്ടുണ്ട്. ഈ വെള്ളിയാഴ്ച വീണ്ടും പാകിസ്ഥാനിൽ വെച്ച് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ JD
വാൻസും നേതൃത്വത്തിലുള്ള അമേരിക്കൻ സംഘം കൂടിയാലോചനകളും ചർച്ചകളും നടത്തിക്കൊണ്ടിരിക്കുന്നു. സമാധാന ശ്രമങ്ങൾ പുലരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ 2 ആഴ്ച വെടിനിർത്തലായിരിക്കുന്ന ഈ സമയത്ത് മറ്റക്രമങ്ങളും സമരങ്ങളും യുദ്ധങ്ങളും ഉണ്ടാകാതെ സമാധാന അന്തരീക്ഷം ഗൾഫ് മേഖലകളിൽ പുലരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. IPC UK അയർലൻഡ് റീജിയൻ്റെ 19ാമത് വാർഷിക കൺവെൻഷൻ ആരംഭിച്ചു. ഏപ്രിൽ 10-ാം തീയതി ആരംഭിച്ച റീജിയൻ കൺവെൻഷൻ 12-ാം തീയതി സമാപിക്കും. ലിവർപൂളിൽ വെച്ചാണ് ഈ വർഷത്തെ വാർഷിക കൺവെൻഷൻ നടക്കുന്നത്. പാസ്റ്റർ തോമസ് ജോർജ്, PIFA കേരള സംസ്ഥാന പ്രസിഡന്റ് പാസ്റ്റർ ഷിബിൻ ഷാമുവൽ എന്നിവർ മുഖ്യ പ്രാസംഗികരാണ്. റീജിയൻ പ്രസിഡന്റ് പാസ്റ്റർ ജേക്കബ് ജോർജ് കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. ഈ വർഷം ഹൂസ്റ്റണിൽ വെച്ച് നടക്കുന്ന AGIFNA അസംബ്ലീസ് ഓഫ് ഗോഡ് സഭകളുടെ നോർത്ത് അമേരിക്കയിലെ കൂട്ടായ്മയായ അസംബ്ലീസ് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ ഫാമിലി കോൺഫറൻസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ കോൺഫറൻസിൻ്റെ പ്രൊമോഷണൽ മീറ്റിംഗ് ഏപ്രിൽ മാസം 18-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 6:30 മണിക്ക് ഡാളസ് അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിൽ വെച്ച് നടക്കുന്നതാണ്. ചർച്ച് ഓഫ് ഗോഡിൻ്റെ കേരള സ്റ്റേറ്റ് സൺഡേ സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിട്ട് 100 വർഷം പൂർത്തിയാക്കുന്നതിൻ്റെ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം നടന്നു. മുളക്കുഴ ദൈവസഭാ ഹാളിൽ നടന്ന സമാപന സമ്മേളനം ഏപ്രിൽ 8-ാം തീയതി ആയിരുന്നു. സമ്മേളനത്തിൽ സ്റ്റേറ്റ് ഓവർസിയർ പാസ്റ്റർ Y റജി മുഖ്യാതിഥിയായിരുന്നു. ന്യൂയോർക്ക് പെന്തക്കോസ്റ്റൽ അസംബ്ലിയുടെ പ്രാരംഭകാല ശുശ്രൂഷകനായിരുന്ന പാസ്റ്റർ ഏബ്രഹാം സാമുവൽ കഴിഞ്ഞ ഞായറാഴ്ച നിത്യത്തിൽ പ്രവേശിച്ചു. അനുയായിച്ചാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹത്തിന് 91 വയസ്സ് പ്രായമായിരുന്നു. ന്യൂയോർക്കിലെ പെന്തക്കോസ്തു സഭകളുടെ വിവിധ ശുശ്രൂഷകളുടെ സജീവ സാന്നിധ്യമായിരുന്ന അദ്ദേഹം ഫിലദൽഫിയയിൽ വിശ്രമ ജീവിതം നയിക്കവെയാണ് നിത്യത്തിലേക്ക് ചേർക്കപ്പെട്ടത്. സംസ്കാര ശുശ്രൂഷകൾ ഏപ്രിൽ 17-18 തീയതികളിൽ ഫിലദൽഫിയയിൽ വെച്ച് നടക്കും. ഷിക്കാഗോ എബനസർ പെന്തക്കോസ്റ്റൽ ചർച്ചിൻ്റെ സഭാംഗമായ ശ്രീ ചെറിയാൻ തോമസിൻ്റെ സഹോദരി സിസ്റ്റർ അജി ജോൺ 55 വയസ്സ് കേരളത്തിൽ പത്തനംതിട്ടയിൽ കടമ്മിനിട്ടിൽ വെച്ച് നിത്യത്തിലേക്ക് പ്രവേശിച്ചു. ജോൺസൺ വർഗീസാണ് ഭർത്താവ്. ഐറീൻ ജോൺസൺ, എവിൻ ജോൺസൺ എന്നിവരാണ് മക്കൾ. മൂത്ത മകൾ ഐറീൻ ജോൺസൻ്റെ വിവാഹ ശുശ്രൂഷകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് മരണം സംഭവിച്ചത്. ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാറാനത പ്രയർ ഫെലോഷിപ്പിൻ്റെ ആഭിമുഖ്യത്തിലുള്ള സൂം മീറ്റിംഗ് ഇന്ന് വൈകിട്ട് വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിക്ക് ഷിക്കാഗോ സമയത്തുണ്ടായിരിക്കും. പാസ്റ്റർ TD ബാബു ഇന്ന് വൈകിട്ട് നടക്കുന്ന മാറാനത സൂം മീറ്റിങ്ങിൽ ദൈവജനം സംസാരിക്കുന്നതാണെന്ന് മാറാനത പ്രയർ ഫെലോഷിപ്പിന് വേണ്ടി ബ്രദർ തമ്പി തോമസ് അറിയിക്കുന്നു. ഫെലോഷിപ്പ് ഓഫ് പെന്തക്കോസ്റ്റൽ ചർച്ചസ് ഇൻ ഷിക്കാഗോയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ മാസവും നടക്കുന്ന പാസ്റ്റേഴ്സ് ആൻഡ് സ്പൗസ് മീറ്റിംഗ് കഴിഞ്ഞ ചൊവ്വാഴ്ച ഏപ്രിൽ 7-ാം തീയതി പാസ്റ്റർ ബാബു കുമ്പുഴിയുടെ ഭവനത്തിൽ വെച്ച് നടന്നു. FECCയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ മാസത്തിൻ്റെ 3-ാമത്തെ ശനിയാഴ്ച നടക്കുന്ന മാസയോഗം ഏപ്രിൽ 18-ന് ഗിൽഗാഡ് പെന്തക്കോസ്റ്റൽ അസംബ്ലിയിൽ വെച്ച് നടക്കുമെന്ന് സഭയുടെ സീനിയർ പാസ്റ്റർ സാം തോമസ് അറിയിച്ചു. ഈ മാസയോഗത്തിൽ പാസ്റ്റർ കിരൺ വിജയകുമാർ ന്യൂഡൽഹിയിൽ എത്തിച്ചേരുന്ന ദൈവദാസൻ ദൈവജനം സംസാരിക്കുന്നതാണ്. ഷിക്കാഗോ ഷാരോൺ ഫെലോഷിപ്പ് സഭാംഗമായ ബ്രദർ സാബു കനൂഷയുടെ സഹോദരി ഗ്രേസുകുട്ടി ജോൺ ഹൂസ്റ്റണിൽ വെച്ച് നിത്യത്തിൽ പ്രവേശിച്ചു. ദീർഘകാലം ഷിക്കാഗോ ICAG-യിലെ സഭാംഗമായിരുന്നു. സംസ്കാര ശുശ്രൂഷകൾ ഏപ്രിൽ 10-11 തീയതികളിൽ ഹൂസ്റ്റണിൽ വെച്ച് നടക്കും. ഫിലദൽഫിയ പെന്തക്കോസ്റ്റൽ ചർച്ചിൻ്റെ ആഭിമുഖ്യത്തിൽ ബൈബിൾ ക്ലാസുകൾ ഏപ്രിൽ 10-11 തീയതികളിൽ വൈകിട്ട് 6:30 മണിക്ക് സഭാ ഹാളിൽ വെച്ച് നടക്കുമെന്ന് സഭയുടെ സീനിയർ പാസ്റ്റർ ജിജു ഉമ്മൻ അറിയിക്കുന്നു. ഈ ബൈബിൾ ക്ലാസ്സിൽ പാസ്റ്റർ റോജി ജോർജ് ക്ലാസുകൾ നയിക്കുന്നതാണ്. ഷിക്കാഗോയിൽ വെച്ച് നടക്കുന്ന 40ാമത് PCNA കോൺഫറൻസിൻ്റെ രജിസ്ട്രേഷൻ തുടരുന്നു. അമേരിക്കയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായും ഇന്ത്യയിൽ നിന്നും ഗൾഫ് കൺട്രീസിൽ നിന്നും യൂറോപ്പിൽ നിന്നും ഒക്കെ നിരവധി പേർ പങ്കെടുക്കുന്ന 40ാമത് PCNA കോൺഫറൻസിൻ്റെ രജിസ്ട്രേഷനിൽ സജീവമായി തുടരുകയാണ്. ആർക്കെങ്കിലും ഇനിയും അവിടെ താമസിച്ച് മീറ്റിങ്ങിൽ പങ്കെടുക്കാനുള്ളവർക്ക് അവസരമുണ്ടായിരിക്കും. PCNAChicago.org എന്ന വെബ്സൈറ്റിൽ ചെന്ന് നിങ്ങളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കോൺഫറൻസിന് വേണ്ടിയിട്ടുള്ള ജനറൽ പ്രയർ മീറ്റിംഗ് അടുത്ത ചൊവ്വാഴ്ച ഷിക്കാഗോ സമയം 7 മണി മുതൽ 8 മണി വരെ നടത്തപ്പെടുന്നു. പാസ്റ്റർ സാമുവൽ മത്തായി ദൈവജനം ശുശ്രൂഷിക്കും. പാസ്റ്റർ ബാബു കുമ്പട മീറ്റിങ്ങിന് നേതൃത്വം നൽകുന്നതാണ്. എല്ലാ ഞായറാഴ്ച വൈകിട്ടും ഷിക്കാഗോ സമയം 8 മണി തൊട്ട് 9 മണി വരെയും എല്ലാ തിങ്കളാഴ്ചയും വൈകിട്ട് 7 തൊട്ട് 8:30 വരെയും PCNACൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു വരുന്നു.
PC നാക്കിൻ്റെ പ്രൊമോഷണൽ മീറ്റിംഗ് കാനഡയിലും വിവിധ ഭാഗങ്ങളിൽ വെച്ച് നടത്തപ്പെടുമെന്ന് PC നാക്കിൻ്റെ ഭാരവാഹികൾ അറിയിക്കുന്നു. ഡാളസ് ഫിലദൽഫിയ ചർച്ചിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഒരു പ്രത്യേക സമ്മേളനങ്ങളും അതുപോലെ തന്നെ പുതിയ ആരാധനാലയത്തിൻ്റെ സമർപ്പണവും 30ാമത് വാർഷിക സമ്മേളനവും ഏപ്രിൽ മാസം 25-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് ഡാളസിൽ വെച്ച് നടക്കുമെന്ന് സഭയുടെ സീനിയർ പാസ്റ്റർ PC ജേക്കബ് അറിയിച്ചു. സഭയിൽ വെച്ചുള്ള ആദ്യത്തെ ആരാധന 26-ാം തീയതി ഞായറാഴ്ച രാവിലെ 9:30 മണിക്ക് അവിടെ വെച്ച് നടത്തപ്പെടുന്നതാണ്. ഷിക്കാഗോ സിസ്റ്റേഴ്സ് ഫെലോഷിപ്പിൻ്റെ ആഭിമുഖ്യത്തിലുള്ള സൂം മീറ്റിംഗ് നാളെ പകൽ 10 മണിക്ക് ഉണ്ടായിരിക്കും. ഈ സമ്മേളനത്തിൽ സിസ്റ്റർ മിനി ബിനോയ്, സിസ്റ്റർ ബെൻസി ഡാനി എന്നിവർ ദൈവവചനം സംസാരിക്കും. ഈ സമ്മേളനത്തിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് സിസ്റ്റർ ഫെലോഷിപ്പിൻ്റെ ഭാരവാഹികളായ സിസ്റ്റർ മോളി എബ്രഹാം, സിസ്റ്റർ ഗ്രേസി തോമസ് എന്നിവർ അറിയിക്കുന്നു. കേരളത്തിൻ്റെ 18ാമത് നിയമസഭ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസം നടന്ന വോട്ടെടുപ്പിൽ കേരളത്തിൽ പൊതുവെ 78-79% ജനങ്ങൾ വോട്ട് ചെയ്തതായിട്ടാണ് അന്തിമ വിവരം. ചില വർഷങ്ങൾക്ക് ശേഷമാണ്, ചില നാളുകൾക്ക് ശേഷമാണ് ഇത്രയും കൂടുതൽ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തുന്നതെന്ന് ഉള്ള വിവരമാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 1960കളിൽ ഏകദേശം 80% മുകളിൽ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 24%. എന്നാൽ അതിലൊക്കെ ഉപരിയായിട്ട് ഈ വർഷം 78% ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയതായി റിപ്പോർട്ടുകൾ പറയുന്നു. 14 ജില്ലകളിലായി 140 സീറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് നടന്നത്. ഏകദേശം 800ഓളം സ്ഥാനാർത്ഥികളാണ് ഈ 14 സംസ്ഥാനങ്ങളിലായി 140 സീറ്റുകളിലേക്ക് മത്സരിക്കുന്നത്. എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയത്. പത്തനംതിട്ടയിലും കാസർഗോട്ടുമാണ് ഏറ്റവും കുറഞ്ഞ വോട്ടുകളും രേഖപ്പെടുത്തിയത്. മെയ് മാസം 4-ാം തീയതി വോട്ടെണ്ണും. മിക്ക സർവേകളിലും UDFന് ജയം പ്രവചിക്കുമ്പോൾ LDF ഭരണം നിലനിർത്തുമെന്നും 3ാമത്തെ ഊഴം ശ്രീ പിണറായി വിജയന് ലഭിക്കുമെന്നും ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളിലും പറയുന്നു. BJP നേതൃത്വം നൽകുന്ന NDFന് 1 മുതൽ 3 വരെ സീറ്റുകൾ ലഭിക്കാമെന്ന് ചില സർവേകൾ പ്രവചിക്കുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിലാണ് BJP കൂടുതൽ വോട്ടുകൾ അല്ലെങ്കിൽ ചില സീറ്റുകൾ നേടുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഫലപ്രഖ്യാപനം പലതരത്തിലുള്ള അത്ഭുതങ്ങളും ഉണ്ടാക്കുമെന്ന് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ വോട്ടെടുപ്പിന് ശേഷം പ്രഖ്യാപിച്ചു. ഈ വർഷത്തെ തെരഞ്ഞെടുപ്പിൽ പെന്തക്കോസ്ത് സമൂഹത്തിന് വലിയ പ്രാധാന്യം ലഭിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഈ കഴിഞ്ഞ ആഴ്ചയിൽ നടന്നത്. പെന്തക്കോസ്ത് പ്രസ്ഥാനത്തെ ഒരു സഭയായി അംഗീകരിച്ചതുമൂലം LDF സർക്കാരിന് അല്ലെങ്കിൽ LDFന് പെന്തക്കോസ്ത് വിഭാഗങ്ങളുടെ വോട്ട് ലഭിക്കുമെന്ന് ചില വ്യക്തമാക്കിയെങ്കിലും പെന്തക്കോസ്ത് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ നേതാക്കൾ അത് പിന്നീട് നിഷേധിക്കുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ റാന്നി നിയോജക മണ്ഡലത്തിൽ പെന്തക്കോസ്ത് വിശ്വാസിയായ ശ്രീ സാമുവൽ മത്തായിയും, തനവൂർ നിയോജക മണ്ഡലത്തിൽ മലപ്പുറം DCC പ്രസിഡന്റും പെന്തക്കോസ്ത് മിഷൻ പെന്തക്കോസ്ത് വിശ്വാസിയുമായ VS ജോയിയും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്നുള്ള കാര്യവും ഈ വോട്ടെടുപ്പിൽ പെന്തക്കോസ്ത് വിശ്വാസികളെ ആവേശഭരിതരാക്കുന്നുണ്ട്. എന്തെല്ലാം പറഞ്ഞാലും ആര് നമ്മളെ ഭരിക്കുന്നു എന്നതിലുപരി ജനാധിപത്യമായ രീതിയിൽ, മതേതരപരമായ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്ന് നമ്മുടെ അവകാശങ്ങളെ വിനിയോഗിക്കുവാൻ, നമ്മുടെ സ്വാതന്ത്ര്യം വിലങ്ങുകളില്ലാതെ മുന്നോട്ട് നീങ്ങുവാൻ തക്കവണ്ണം ഇടയാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതേ സമയത്ത് തന്നെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങൾ, ബീഹാർ ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. അവിടേക്ക് 80% കൂടുതൽ വോട്ടെടുപ്പ് നടന്നതായിട്ടാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. കഴിഞ്ഞ വാർത്തകളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ക്രൈസ്തവ ന്യൂനപക്ഷത്തെയും അതുപോലെ ന്യൂനപക്ഷങ്ങൾക്ക് വിരുദ്ധമായിരിക്കുന്ന വിവിധ പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുമ്പോൾ അതിനെ ചെറുത്ത് നിൽക്കുവാൻ ഉള്ള കരുത്ത് ലഭിക്കേണ്ടതിന് ദൈവമക്കൾ പ്രാർത്ഥിക്കണമെന്ന് വീണ്ടും പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള, പല രാജ്യങ്ങളിൽ നിന്നുള്ള ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിലും ചില കന്യാസ്ത്രീമാരെ മനുഷ്യക്കടത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടന്നെങ്കിലും പിന്നീട് അവരെ വിട്ടയച്ചു എന്നാണ് മാധ്യമങ്ങൾ അവസാനമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. FCRA നിയമങ്ങളുടെ ഭേദഗതി ഒരു വശത്ത് നിൽക്കുന്നു. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളുടെ ധ്വംസനം ഭാരതത്തിൽ കൂടുതൽ കടുപ്പമാകുമെന്ന് ഉള്ള പ്രതീക്ഷയാണ് പലരും പ്രകടിപ്പിക്കുന്നത്. ഈ സമയത്ത് ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകുവാനും
ദൈവം തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണസമിതികൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഉണ്ടാകുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. ഇതോടെ ഇന്നത്തെ വീക്കിലി റൗണ്ടപ്പ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വെള്ളിയാഴ്ച നാം വീണ്ടും കണ്ടുമുട്ടും വരെ നിങ്ങൾക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ വീക്കിലി റൗണ്ടപ്പ് അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ്. താങ്ക് യു.